ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മളുടെ ലാലേട്ടൻ്റെ വളരെ വൈറലായ ഒരു ഡെസേർട്ട് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ റെസിപ്പിക്കായിട്ട് ആദ്യം ബനാന നെയ്യിൽ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് മധുരത്തിനായിട്ട്, അത് ഓപ്ഷണലാണ്. അതുപോലെ കുറച്ച് തേങ്ങയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തേങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം വേണം അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വാനില ഐസ്ക്രീം അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാനിലയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. അതിനുശേഷം ഹണി ആണ് മുകളിലേക്ക് ഒഴിക്കുന്നത്. ഹണി ഇങ്ങനെ മുകളിലോ അല്ലെങ്കിൽ നമ്മൾ പഴം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിലും റോസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഹണി ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പിന്നീട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു പീസ് എടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ചെറിയൊരു സ്പൂണിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ആ ഒരു ഹണിയുടെയും വാനിലയുടെയും എല്ലാം കൂടെ ഒരു ഫ്ലേവർ വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത നല്ല തകർപ്പൻ കോമ്പിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റായിരുന്നു. എല്ലാം കൂടെ ഒരു മിക്സായിട്ട് വന്നിട്ട് നമ്മളുടെ ആ ഒരു ബനാനയുടെയും അതുപോലെ വാനിലയുടെയും തേനിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സായിട്ട് വന്നിട്ടുള്ളൊരു രുചി, ഒരു രക്ഷയില്ലാത്ത കോംബോ ആയിരുന്നു. ഇത് 2 കോമ്പിനേഷൻസ് ലാലേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 തരത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ ഇതിൽ ട്രൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലാലേട്ടൻ സിനിമയിൽ എന്ന പോലെ തന്നെ കുക്കിങ്ങിലും പ്രാവീണ്യം തെളിയിച്ച ആളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്ത് റെസിപ്പി ഇട്ടാലും അത് വളരെ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഹിറ്റാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.